ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഈ ലോകത്തെ ഏറ്റവും സഹനശക്തിയുള്ളവരാണ് അവരെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. 10 മാസക്കാലം അവരെന്തുമാത്രം സഹിക്കുന്ന, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ. എന്നാൽ ഒരു പരാതിയും പറയാതെ തൻ്റെ കുഞ്ഞിന് വേണ്ടി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന ഒരമ്മ തന്നെയല്ലേ ഈ ലോകത്ത്, ഈ ഭൂമിയിലെ ദൈവങ്ങൾ. പുറമെ നിന്ന് നോക്കിക്കാണുന്ന നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല അവർ സഹിക്കുന്ന വേദനയുടെ ആഴം എത്ര വലുതാണെന്ന്. ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്, മരണവേദന കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും കഠിനമായ വേദന പ്രസവ വേദനയാണെന്ന്. ശരീരത്തിൻ്റെ മുഴുവൻ പേശികളും വരിഞ്ഞു മുറുകുന്ന അതിശക്തമായ വേദനയാണ് ഓരോ സ്ത്രീയും പ്രസവ സമയത്ത് അനുഭവിക്കുന്നത്. അവിടെ പോലും അവരെന്തുമാത്രം സഹിക്കുന്നു എന്നും അവരെത്രത്തോളം ശക്തയാണെന്നും നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണാറുണ്ട്. താനൊരു ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള 10 മാസക്കാലം കൃത്യമായ ഭക്ഷണമില്ല. ഒന്ന് നടക്കാനോ ഇരിക്കാനോ തിരിയാനോ മറിയാനോ ഒന്നും പറ്റാണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ എന്നിട്ടും അവർ ചിരിച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? പലഹാരപ്പൊതിയുമായി വീട്ടിലേക്ക് വരുന്ന സന്ദർശകരെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവർ സ്വീകരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ അത്ഭുതം തോന്നാറുണ്ട്. ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇവർക്കിതെങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇനി പ്രസവം കഴിഞ്ഞാലോ? പലതരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ പോകുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. ഒന്നുകിൽ ഒരിക്കലും മാറാത്ത നടുവേദന, ശരീരം അമിതമായി വണ്ണം വെക്കുക, സൗന്ദര്യം നഷ്ടപ്പെടുക, ഇങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. ഇതൊന്നും ഒരു പരാതിയായി കാണാതെ തൻ്റെ ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ ജീവനായി കണ്ട് തുടർന്നുള്ള ഓരോ ദിവസങ്ങളും ആ കുഞ്ഞിനായി മാറ്റിവെച്ച് ജീവിതം സമർപ്പിക്കുന്ന അമ്മമാർ തന്നെയല്ലേ ഈ ലോകത്തെ ശക്തയായ വനിത. അതെ, സ്ത്രീയോളം സഹനശക്തി മറ്റാർക്കുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതുതന്നെയല്ലേ. ആദ്യ ഡെലിവറിയിൽ തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകളും പിരിമുറുക്കങ്ങളും എല്ലാം സഹിച്ച് അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടും വീണ്ടും എനിക്കൊരു മകൾ വേണം അല്ലെങ്കിൽ ഒരു മകൻ വേണം എന്ന് ചിന്തിക്കുന്ന ആ സ്ത്രീകളുണ്ടല്ലോ, അവരുടെ മനസ്സിൻ്റെ വലുപ്പം നമുക്ക് പറഞ്ഞു തിട്ടപ്പെടുത്താൻ പറ്റില്ല. 3ഉം 4ഉം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അമ്മമാരില്ലേ, ഒരു പരാതിയുമില്ലാതെ ഇനിയൊരു കുഞ്ഞിനെ കൂടി ഉദരത്തിൽ ചുമക്കാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് പറയുന്ന സ്ത്രീകൾ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തയായ വനിത. പണ്ട് കാലങ്ങളിൽ 12 മക്കളെ പെറ്റ അമ്മമാർ വരെ ഇല്ലേ. എൻ്റെ ഇന്നത്തെ ഈ ശബ്ദം എല്ലാ ഗർഭിണികൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.